നമസ്കാരം ഗായ്സ്. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഒരു 6:27 കൂടി പൂജാണ്ടി സാറിന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് മുഷ്ടിഫ് ഹൈക്കിംഗ് ട്രെയിൽ നടന്നു തുടങ്ങി. വെള്ളച്ചാട്ടം കണ്ടു. കാനനപാതയിലൂടെ പോകും. നിത്യനിരാമയ നിന്തിരു മുൻപിൽ ഞാൻ കെട്ടുമായെത്തിയേക്കാം പള്ളി. അധികം തണുപ്പില്ല ഗൈസ്. നമ്മൾ ഇത്തവണ പെട്ടു എന്നാണ് നമ്മൾ കരുതുന്നത്. 3.5 മണിക്കൂർ കൊടുങ്കാട്ടിൽ കൊടുംചൂടിൽ ഓ മൈ ഗാഡ്. നമുക്ക് ക്യാമറ തിരിക്കാം. ബായിലെ കുഴിയാനകളെ കണ്ടിട്ടുണ്ടോ ഗൈസ്? വാട്ട് എടാ ലാസ്റ്റ് ബ്രീത്താണോ നിന്റെ? ഹേ എനക്കൊന്നും തരിയോ? അവനെ ഉറുമ്പ് കടിച്ചോണ്ട് പോണോടാ. ഇടടാ. ഞാനൊരു എസ്തെറ്റിക് വീഡിയോ എടുക്കുന്ന വിചാരിച്ചേ. കുലുക്കി തള്ളിയിടല്ല, കുലുക്കി തക്കതാ, കുലുക്കി തക്കാതി തകടക്കി തകടക്കി തകടക്കി. ഹേ 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 ഹേ. എനിക്ക് വലിയ പെരുന്നാളിൻ്റെ അവധി ആയതുകൊണ്ടും ഉണ്ണിക്ക് ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടിക്ക് കയറിയാൽ മതിയായിരുന്നത് കൊണ്ടും നമ്മൾ രാവിലെ 5 മണിയായപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി മുഷ്ടിഫ് ഹൈക്കിംഗ് ട്രെയിലിലേക്ക്. ഉണ്ണി ആദ്യമായിട്ടാണ് മുഷ്ടിഫിലേക്ക് വരുന്നത്. എനിക്ക് എരിക്കിൻ്റെ ചെടി എൻ്റെ വീട്ടിമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. അതാണെങ്കിൽ ഇവിടെ നിറയെ ഉണ്ട് താനും. പൂക്കൾ പൂക്കും തരുണം പോയിരുന്നിട്ട് എന്താ ചെടികളില്ലേ, ചെടികളുടെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് മറ്റേ അന്ന് ഫെസ്റ്റിനോട് ഒരു പാട്ട് പാടി, ആ പാട്ട് റീക്രിയേറ്റ് ചെയ്യാം. വാനം ചായും തീരം ആദ്യത്തെ റെസ്റ്റിംഗ് പോയിന്റ് പഴം ആൻഡ് വെള്ളം. banana with water അങ്ങനെ പറയാം. അങ്ങനെ പറയാം. We are hiking, you know. അതെയാ ചിരിച്ചത്. സൈക്ലിങ്ങിൻ്റെയും ഹൈക്കിങ്ങിൻ്റെയും ട്രെയിൽസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളെത്തുമ്പോൾ ഇതുപോലെ സൈക്ലിംഗ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. വാതുക്കല് വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമെന്നുള്ളില് വന്ന് നീയാം കടല് പ്രിയലേ, നീയാം കടല്. അടുത്ത പാലം എത്തിയിരിക്കുന്നു. ജിങ് ജിഗ് ജിഗ ചാംചക്ക ഓ ചാംചക്ക ഓ ചുംചക്ക ഓ ചുംചക്ക ഓ ചുംചക്ക. അയ്യോ ഞാൻ അവസ്ഥ ചിലപ്പം പൂത്തോണ്ടിരിക്കും. ഓടി വന്നിട്ട്
മറ്റേ സാധനം കൊണ്ടുവന്നിട്ട് അവനിങ്ങനെ ഒരു കമ്പ് പിടിച്ചിട്ട് അയ്യോ ആള് പാലത്തിൽ കയറിയില്ല. எல்லாருக்கும் உன்னை ஏன் பிடிச்சிருக்கு தெரியுமா? வயசானாலும் உன் ஸ்டைலும் அழகும் இன்னும் உன்னை விட்டு போகல. അവനെന്തോന്നാ വേട്ടവളി തന്നെയാ. ഞാൻ പൂവിനെ എടുക്കുമ്പോൾ ചിത്രശലഭം പറക്കും. ഞാൻ ചിത്രശലഭത്തിനെ എടുക്കുമ്പോൾ പൂ പറക്കൂല. നമ്മൾ വഴി തെറ്റിപ്പോയി. ഫ്ലൈറ്റിന് പിടിക്കാൻ പോയതാണ്. ചെറുതായിട്ട് വഴി തെറ്റിപ്പോയി. ആ പാട്ടൊന്നും കൂടെ പാട്. മഞ്ഞൾ ചാന്തനം ഞാനല്ലോ നീ സാൻഡൽ ഗേൾ 21st century girl എനിക്കല്ലോ നീ പൂമരം പൂത്തുലഞ്ഞ് പൂവാകയിൽ നടന്നകലുന്ന ആര് പറന്നു പൊങ്ങുന്ന വിമാനം നടന്നകലുന്ന നമ്മൾ. കാട്ടിലും ഒരു പൂച്ച. എന്നിട്ട് വാടാ. പുലിമുരുകനെ പോലെ പതുങ്ങി കിടക്കുക അവൻ. ഇത് ഊതിക്ക് പറപ്പിക്ക്. ഒരു ഐഡിയ ഉണ്ട്. എന്തെങ്കിലും പറക്കുവോ എൻ്റെ ഇടിയുന്നൊക്കെ. ഹേ എനിക്കൊന്ന് തരിയോ? ഉണ്ടായെന്നൊക്കെ പൂച്ച വിശ്വ പോയി ഗൈസ്, ഇതുകൊണ്ട് പോയി ഗൈസ്. കുരുപ്പരുത്തിയുടെ ചെടി അങ്ങനെ നമ്മുടെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോഴാണ് കുരുപ്പരുത്തിനെ വീണ്ടും നേരിൽ കാണാനൊരു അവസരം കിട്ടിയത്. പഞ്ഞിയെല്ലാം താഴെ വീണ് നടപ്പുണ്ട്. ചിലന്തി വല കെട്ടുന്നു. ഹേ ഹേ. അങ്ങനെ നമ്മുടെ ഹൈക്കിംഗ് അവസാന സ്റ്റെപ്പുകളിലേക്ക് കടന്നിരിക്കുകയാണ്. 3.5 മണിക്കൂർ കൊണ്ട് 10 കിലോമീറ്റർ. അതും ഈ ചൂട് സമ്മറിൽ. നോട്ട് ബാഡ്. സമ്മറിൽ ചൂടല്ലേ. തണുപ്പില്ലായിരുന്നു ഗൈസ്. നമ്മൾ പ്രതീക്ഷിച്ചു കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാവുന്നു. ബട്ട് നമ്മളെത്തി. 4 ചുവടുകൾ മാത്രം.
ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇന്നത്തെ ഹൈക്കിങ് നിങ്ങളിത് കാണുക. നിങ്ങളിത് കാണുക, നിങ്ങളും വരിക, ഈ ചൂടിൽ നിങ്ങളും ഹൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കൂടുതൽ ചൂടുള്ള സമ്മർ സൈനിങ് ഓഫ്. ഹൈക്കിംഗ് കഴിഞ്ഞിട്ട് അവിടുന്ന് തന്നെ കുളിച്ചു ഫ്രഷായി. കുളിയൊക്കെ ബസ്സാക്കി ഇന്നത്തെ ട്രക്കിംഗ് ഇവിടെ സമാപ്തം. മറ്റൊരു ട്രക്കിങ്ങുമായി ഓ ഞാനല്ല, അറിഞ്ഞോണ്ടല്ല, സോറി. അപ്പോൾ എന്തായിരുന്നു പാട്ട്? യാത്രയായി സൂര്യാങ്കുരം. ഒരു യാത്ര. അത് പിന്നെ നല്ല അത്രയും വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് പോയത് ഒരു നല്ല ഡിസിഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ ആയിരുന്നു ഗൈസ്. സാധാരണ അവിടെ തണുപ്പ് ഉണ്ടാവാറുണ്ട്. രാവിലെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ 5 മണിക്ക് പുറപ്പെട്ടു, 6:27 നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും തുടക്കം മുതലേ തണുപ്പും ഇല്ല, കാറ്റും ഇല്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കഴിക്കാൻ കൊണ്ടുപോയത് 6 ചെറുപഴവും 1 ലിറ്റർ വെള്ളമായിരുന്നു. ഈ ചൂടിൽ 10 കിലോമീറ്റർ അത്രയും മാത്രം റിസോഴ്സസ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തത് ഒരു പക്ഷേ നമ്മളിപ്പോൾ മുടങ്ങാതെ ചെയ്യുന്ന ഒരു ഡെയിലി ചെയ്യുന്ന യോഗ പ്രാക്ടീസസിൻ്റെയൊക്കെ ഒരു ബലം കൊണ്ടായിരിക്കും എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.